പ്രിയമുള്ളവരെ നമസ്കാരം. സ്ഫടികം സിനിമയിൽ 50 പവൻ്റെ സ്വർണം ചാക്കോമാഷ് മകൾക്കായി കൊടുക്കുന്ന സമയത്ത് ഉർവശി ചാക്കോമാഷിനെ പൂർണ്ണമായും തകർത്ത് കളയുന്ന ഒരു സംഭാഷണം ചിപ്പിയോട് പോയി പറയുന്നുണ്ട്. ചാക്കോമാഷിൻ്റെ ഈ 50 പവനിടയിൽ ആടുതോമ നൽകിയ ആ ചെറിയ മാല മുക്കിക്കളയല്ലേ എന്ന് പറയുന്നുണ്ട്. ആ ഒരൊറ്റ ഡയലോഗോട് കൂടിയിട്ട് ചാക്കോമാഷിനെ ഇല്ലാതാക്കി ചിപ്പി തൻ്റെ സഹോദരൻ തനിക്കായി നൽകിയ മാലയിട്ടുകൊണ്ട് പോകുന്ന കാഴ്ച നിങ്ങൾക്കൊക്കെ ഓർമ്മയുള്ള രംഗമായിരിക്കാം. അത്തരത്തിൽ സമാനമായ രീതിയിലുള്ള അവസ്ഥയിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുൻപ് നമ്മൾ കേട്ടിട്ടുള്ള പീഡന പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഗർഭ പ്രശ്നങ്ങളുമൊക്കെ ഇന്ന് വീണ്ടും വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നെഞ്ചത്തേക്ക് കയറാൻ പോകുന്ന സമയത്ത് നിങ്ങളാരും ശബരിമലയിൽ കട്ട സ്വർണത്തിൻ്റെ കാര്യം മറന്നു കളയല്ലേ. അതേ ദിവസം ഇന്നത്തെ ദിവസം രാവിലെ വന്ന മറ്റൊരു വാർത്തയുണ്ട്. CPMൻ്റെ ഒരു മുൻ ഏരിയ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ വിമതനായി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ CPMൻ്റെ ലോക്കൽ സെക്രട്ടറി വിളിച്ചിട്ട് വളരെ കൂളായിട്ട് നിങ്ങളെ ഞങ്ങളങ്ങ് കൊന്നുകളയും എന്ന് പറയുന്നൊരു സംഭാഷണം എന്ന് പുറത്തു വന്നിട്ടുണ്ട്. നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കത്തില്ല. അന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ പ്രശ്നം വന്ന സമയത്ത് രാഹുൽ എനിക്കറിയാവുന്ന സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് സാധാരണ രീതിയിൽ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റെ ഭാഗത്തു നിന്നോ ഒരു MLA ആയിട്ടിരിക്കുന്ന ഒരാളുടെ ഭാഗത്തു നിന്നോ സ്ത്രീകളെ അങ്ങോട്ട് പരിചയപ്പെടുന്ന ഉദ്ദേശത്തോടു കൂടി മെസ്സേജ് അയക്കുന്ന ഒരു സമീപനം, അത് നിയമപരമായിട്ട് തെറ്റൊന്നുമല്ല. പക്ഷേ അതിനോട് പോലും എനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഇതേ ആൾക്കാർ എൻ്റെ അടുത്തും ഇങ്ങനെ കാഷ്വലി സൂചിപ്പിച്ചിരുന്നു എന്ന കാര്യമൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം പൊതുപ്രവർത്തന നിലയിൽ മാറ്റിവെക്കാം, MLA നിലയിലും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഇതെല്ലാം മാറ്റിവെച്ചാലും ഒരു വ്യക്തി എന്ന നിലയിൽ പോലും ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു ചെയ്തി തന്നെയാണ് ഇന്നേ ദിവസം പുറത്തു വന്നിട്ടുള്ള ശബ്ദ സംഭാഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നത്. അതിൽ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയോട് പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നു. നീ പ്രഗ്നൻ്റ് ആകൂ, നീ ഗർഭിണിയാകൂ, എനിക്ക് വേണ്ടി നീ ഗർഭിണിയാകൂ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു പെൺകുട്ടിയുടെയും മനസ്സിളകുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇന്നയാളുടെ അമ്മ, ഇന്നയാളുടെ ഗർഭം ധരിക്കണമെന്ന് ആ പുരുഷൻ തന്നെ പറയുന്ന സമയത്ത് ഏതൊരു പെൺകുട്ടിയും അത് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുന്നത് വലിയ പോസിറ്റീവായിട്ടുള്ള ചിന്തയിൽ തന്നെയായിരിക്കും. നോക്കൂ, അപ്രകാരം പറഞ്ഞിട്ടുള്ള ഒരാൾ പ്രഗ്നൻ്റായി കഴിഞ്ഞ സമയത്ത് വളരെ മോശമായ രീതിയിൽ, പൗരുഷമെന്നല്ല പറയേണ്ടത്, പൗരുഷമെന്ന് പറഞ്ഞ് നമുക്ക് ആ വാക്കിനെ ചെറുതാക്കാൻ പറ്റത്തില്ല, ഒരു പെൺകുട്ടിയെ ആക്ഷേപിച്ചും മനസ്സിനെ തകർത്തും മാനസികമായിട്ട് ആ പെൺകുട്ടിയുടെ എല്ലാ അവസ്ഥകളെയും പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ള ഈ സംഭാഷണം ഇന്ന് കേൾക്കുന്ന സമയത്ത് രാഹുലിനെ ന്യായീകരിച്ചിട്ടുള്ള ആൾക്കാർക്ക് പോലും പുച്ഛം തോന്നാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത വിഷയത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു രീതിയിലും രാഹുലിനെ നമ്മൾക്ക് ഈ വിഷയത്തിൽ അനുകൂലിക്കാനോ അംഗീകരിക്കാനോ കഴിയില്ല. രാഹുൽ പൊതുസമൂഹത്തോടും ആ പെൺകുട്ടിയോടും മാപ്പ് പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു പരിവർത്തനം നടത്തി സമൂഹത്തിലേക്ക് വരാനാണ് ശ്രമിക്കേണ്ടത്. ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഈ വിഷയത്തിലെ ചെറുക്കാനോ ശ്രമിക്കാതിരിക്കാൻ പാടില്ല. പക്ഷേ ഇതേ സമയം തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ രാഹുലിൻ്റെ പേര് പറഞ്ഞ് ഇനി രാഷ്ട്രീയമായി ആക്രമിക്കുന്നതിൽ എന്ത് കഴമ്പാണുള്ളത്? കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ ഏറ്റവും വലിയൊരു തീരുമാനം ആദ്യം തന്നെ എടുത്തു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാഹുലിനെ മാറ്റി, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അങ്ങനെ ഒരാളുടെ വിഷയത്തെ ഇന്നേ ദിവസം എടുത്തിട്ട് മാധ്യമങ്ങൾ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, കേരളത്തിൽ മലയാളികളും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ജനതയും ഇന്ത്യൻ ജനതയിലെ തന്നെ വലിയൊരു വിഭാഗവും ഒക്കെ തന്നെ അതീവ പുണ്യമായി കണ്ട് സന്ദർശനം നടത്തി പ്രാർത്ഥിച്ചു മടങ്ങുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ക്ഷേത്രങ്ങളിലൊന്നായ ശബരിമലയിൽ ഭക്തർ സമർപ്പിച്ച സ്വർണം അടിച്ചു മാറ്റിയ ഈ പരമനാറികളുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾക്ക് മറക്കാൻ പറ്റുമോ? അതാ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയം മാധ്യമങ്ങൾ എടുത്തു വെച്ച് ആഘോഷിക്കുന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് ഇനി ഇവിടെ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. രാഹുൽ ഇന്ന് കേവലം ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുമ്പോൾ ആ വ്യക്തിയുടെ ചെയ്തികളെ ഈ നിയമം അനുശാസിക്കാവുന്ന ഒരു തെറ്റുകൊടുത്ത് ശിക്ഷിച്ച് മാറ്റി നിർത്തുന്നതിന് പകരം ഇന്ന് ഈ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട രണ്ട് പ്രധാന വിഷയങ്ങളിൽ നിന്നും കേരള ജനത, മലയാളികൾ ഒരു കാരണവശാലും മറന്നുപോകാൻ പാടില്ല. പണ്ട് കാലം മുതലേ നമ്മുടെ സ്വഭാവമാണ് തവള ചത്താൽ വാർത്ത പാമ്പ് ചാവും വരെ, പാമ്പ് ചത്താൽ വാർത്ത പരുന്ത് ചാവും വരെ എന്ന് നമ്മൾ പറയും. നിങ്ങളുടെ മുന്നിൽ വരുന്ന വിഷയങ്ങളെ കേവലം വാർത്തയായി കാണാതെ
ഈ വാർത്തയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഈ വാർത്ത രൂപപ്പെട്ടതെന്നും ഈ വാർത്തയ്ക്ക് കാരണക്കാരാരാണെന്നും മനസ്സിലാക്കി ഇത് ചെയ്ത നാറികളെ കൃത്യമായി ഒറ്റപ്പെടുത്തി സമൂഹത്തിൽ ശിക്ഷിക്കാനുള്ള ഒരേ ഒരു സംഗതി എന്ന് പറയുന്നത്, ഒരേ ഒരു നിങ്ങളുടെ പവർ എന്ന് പറയുന്നത് ദാ നിങ്ങളുടെ മുന്നിലുള്ള ഈ ചൂണ്ടുവിരലിൻ്റെ അധികാരം മാത്രമാണ്. അത് നിങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയാവുന്ന ഒരേ ഒരു നിമിഷമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിലെ ബാലറ്റ് പട്ടികയ്ക്കുള്ളിൽ മാത്രമാണ്, അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനിൽ മാത്രമാണ്. ആ സാഹചര്യത്തിൽ വിഷയങ്ങളെ വഴിതിരിച്ച് വിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശ്രമങ്ങളെ നിങ്ങൾ കൃത്യമായി തിരിച്ചറിയണം എന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നോക്കൂ, ശബരിമലയിൽ നമുക്കറിയാം ഒരു ദിവസം കാണിക്കയായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന തുക എത്രത്തോളം വലുതാണ്, ഭക്തർ സമർപ്പിക്കുന്ന തുക എത്രത്തോളം വലുതാണ്. ശബരിമലയിലേക്ക് വന്നു മറിയുന്ന കോടികളുടെ കണക്കുകളിൽ പോലും എത്രത്തോളം തട്ടിപ്പും വെട്ടിപ്പും ഇവർ നടത്തുന്നുണ്ടാവും. ഒരു ദിവസം അവിടെ വിൽക്കുന്ന അരവണ, ഒരു ദിവസം അവിടെ വിൽക്കുന്ന അപ്പം, അതുപോലെ തന്നെ ഭക്തർ അവിടെ സമർപ്പിക്കുന്ന മറ്റ് കാര്യങ്ങൾ, നിവേദ്യങ്ങൾ, അതായത് ഈവൻ നാളികേരം, ഇങ്ങനെ അതായത് പ്രത്യക്ഷത്തിൽ കള്ളം കാണിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ശബരിമല പോലൊരു സ്ഥലത്ത് കിടക്കുമ്പോൾ അവിടെ അധികാരത്തിലെത്തി ഈ ഭക്തരുടെ മനസാക്ഷിയെയും ഭക്തരുടെ കാഴ്ചപ്പാടിനെയും ഭക്തരുടെ ചിന്തയെയും ഒക്കെ നശിപ്പിച്ചുകൊണ്ട് ശബരിമലയിലിരിക്കുന്ന സ്വർണ്ണപ്പാളി പോലും അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഈ CPMൻ്റെ ഒരു മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും മുൻ MLAയും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ പ്രാധാന്യം ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രിയപ്പെട്ട ജനത നിങ്ങൾ മറന്നു പോകരുത്. ഇവർ കള്ളന്മാരാണ്. ഇവർ ഭരിച്ചിട്ടുള്ളിടത്തൊക്കെ തന്നെ മുടിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ. ലോകത്ത് എവിടെയൊക്കെ കമ്മ്യൂണിസം നിലവിലുണ്ടായിരുന്നോ, എവിടെയൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ, ആ സ്ഥലത്തൊക്കെ തന്നെ ആ പ്രദേശത്തെ നശിപ്പിച്ച് ആ ജനതയെ ഇല്ലാതാക്കി വന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. ഇന്ന് കേരളത്തിൽ പിണറായി വിജയൻ എന്തുകൊണ്ട് ഇങ്ങനെ നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിസം എന്ന് പറയുന്നത് പൂർണ്ണമായും ഉപേക്ഷിച്ച് ക്യാപിറ്റലിസവും BJP മുന്നോട്ട് വയ്ക്കുന്ന പ്ലാനുകളും കൃത്യമായി മനസ്സിലാക്കി BJP എന്താണോ ഈ കേന്ദ്രത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങളെ കൃത്യമായി നടപ്പിലാക്കി കൊടുത്ത് BJP വെച്ച് നീട്ടുന്ന ഒരു ഔദാര്യത്തിൻ്റെ പുറത്ത് അധികാരത്തിൽ തുടരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ലോകം നൽകിയ ഒരു പേര് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആത്യന്തികമായിട്ട് ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നുമല്ല, ഭാരതീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു പേര് മാറ്റി BJPയുടെ ഒരു ഘടകകക്ഷിയാക്കി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാത്രം ഇന്ന് ഈ പാർട്ടിയെ മാറ്റിയതിൻ്റെ പിന്നിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികൾക്കും വലിയ പങ്കുണ്ട്. കമ്മ്യൂണിസം മനസ്സിൽ സൂക്ഷിക്കുന്ന നിരവധി മനുഷ്യർ ഇന്ന് ഈ കേരളത്തിലുണ്ട്. അവർക്കൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും കമ്മ്യൂണിസം എന്നത് ലെവലേശം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത വെറും പേരിൽ മാത്രം ഒതുങ്ങിപ്പോയ കമ്മ്യൂണിസ്റ്റ് ആശയം മാത്രമാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പിണറായി വിജയനിലും ഉള്ളത് എന്നുള്ളത് അവർക്കറിയാം. പക്ഷേ ഈ പാർട്ടിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ഈ വൈകാരിക വികാരത്തിൽ ഇവരെല്ലാം ഒന്നായി മാറും. അടുത്തിടെ പ്രശാന്ത് ശിവനും ആർ ഷോയും തമ്മിൽ പ്രശ്നമുണ്ടായ സമയത്ത് ആർ ഷോയെ തൊട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്ന കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഓടി വന്നില്ലേ? ഇതാണ് ഈ പാർട്ടിക്കുള്ളൊരു ഗുണമെന്ന് പറയുന്നത്. ഒരു പ്രശ്നം വരുന്ന സമയത്ത് മാറി നിൽക്കുന്ന പല ആൾക്കാരും അറിയാതെ തങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് രക്തം ചൂണ്ടുകൂടി ഇഞ്ഞ് വരും. ഇതിൻ്റെയൊക്കെ ആനുകൂല്യം മുതലെടുക്കുന്നത് ആരാണ്? ഇതുപോലുള്ള കമ്മ്യൂണിസ്റ്റ് രക്തം ഉള്ളിൽ സൂക്ഷിക്കുന്ന, വിപ്ലവ വീര്യം ഉള്ളിൽ സൂക്ഷിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് മാനവികത ഉള്ളിൽ സൂക്ഷിക്കുന്ന നിരവധി മനുഷ്യരെ എല്ലാം പറ്റിച്ചുകൊണ്ട് ഈ നാടിനെ കട്ടുമുടിച്ചുകൊണ്ട് ഈ നാടിനെ നയിക്കുന്ന പരമനാറികളായിട്ടുള്ള കുറേ ഭരണാധികാരികളെല്ലാം കൂടെ ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇല്ലാതാക്കി നമ്മളെ നാടിനെയും ഇല്ലാതാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന യാഥാർത്ഥ്യം എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും നിങ്ങൾക്ക് കൃത്യമായി ഓർമ്മയുണ്ടാവണം. ഇന്ന് അതോടൊപ്പം തന്നെ പ്രധാനമായും ചർച്ച ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഒരു മുൻ ഏരിയ സെക്രട്ടറി CPMനെതിരെ വിമതനായി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ ലളിതമായ ഭാഷയിൽ വിളിച്ച് കൊന്നുകളയുമെന്ന് പറഞ്ഞ് നടത്തിയൊരു ഭീഷണി. നോക്കൂ, ഇത് ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ള കാലത്ത്, ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ കാലത്ത് തന്നെയും ഇവർ ഇതാണ് തുടരുന്നതെങ്കിൽ ഇന്നലകളിൽ ഇവർ എന്താണ് ചെയ്തത്? ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയുണ്ടോ അവിടെ മാത്രമേ രാഷ്ട്രീയ ആക്രമണങ്ങൾ ഉണ്ടാവാറുള്ളൂ. നോക്കൂ, ഉത്തരേന്ത്യൻ മണ്ണിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നാളിതുവരെ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ദേശീയ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ രാഷ്ട്രീയമായി പ്രവർത്തിക്കാൻ BJP ഞങ്ങളെ സമ്മതിക്കുന്നില്ല എന്ന്? BJPയുടെ അക്രമവും BJPയുടെ വർഗീയതയും ഒക്കെ ഇവർ പലപ്പോഴും ചർച്ച ചെയ്യുന്നത് വർഗീയമായ കാഴ്ചപ്പാടുകളിലും BJPയുടെ കാഴ്ചപ്പാട് പിന്തുടരുന്ന ഹിന്ദു തീവ്ര സംഘടനകളായിട്ടുള്ള മറ്റു പല സംഘടനകളും ചെയ്യുന്ന എല്ലാ കുഴപ്പങ്ങളും, ഹിന്ദു മഹാസഭയുൾപ്പെടെ ബജറംഗ് ദളും എനിക്ക് RSSൻ്റെ ഭാഗമാണെന്ന് എനിക്കറിയില്ല, വ്യക്തമായിട്ട് എനിക്കറിയില്ല. പക്ഷേ പലപ്പോഴും തീവ്ര വലതുപക്ഷ ഹിന്ദുത്വ സംഘടനകൾ ചെയ്യുന്ന കുഴപ്പങ്ങളെയും മനോരോഗികളായിട്ടുള്ള ഹിന്ദുത്വ തീവ്രവാദികൾ ചെയ്യുന്ന കാര്യങ്ങളെയും എല്ലാം BJPയുടെ തലയിലേക്ക് കൊണ്ടുവന്ന് വെച്ച് കെട്ടി നമ്മൾ കേൾക്കുന്ന ആരോപണങ്ങൾക്കും അക്രമങ്ങൾക്കും പുറമേ
എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പ്രദേശത്ത് രാഷ്ട്രീയമായി പ്രവർത്തിക്കാൻ ഇവർ ഞങ്ങളെ സമ്മതിക്കുന്നില്ല എന്ന് ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാർ എപ്പോഴെങ്കിലും പറഞ്ഞോ ഡൽഹിയിൽ ഈ അപ്രമാദിത്വത്തോടുകൂടി കേന്ദ്ര അധികാരത്തിൽ തുടർന്ന BJP ഞങ്ങളെ രാഷ്ട്രീയമായി പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് ഏതെങ്കിലും ഒരു ആം ആദ്മിയുടെ നേതാവ് പറഞ്ഞിട്ടുണ്ടോ? JNU എന്ന് പറയുന്നത് ഡൽഹിയിൽ BJPയുടെ തന്നെ ഏറ്റവും അധികാര പരിധിയുടെ കീഴിൽ കിടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവിടെ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് നാളിതുവരെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പരാതി പറഞ്ഞിട്ടുണ്ടോ? നോക്കൂ, കേരളത്തിലെ ഒരു ക്യാമ്പസിൽ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ SFIക്കാരനെ ഏതെങ്കിലും ABVPക്കാരനോ KSUക്കാരനോ അടിച്ചു കഴിഞ്ഞാൽ പുറത്ത് നിന്ന് കൂട്ടമായി DYFIക്കാർ കയറി ഈ കോളേജിലെ കുട്ടികളെ മർദ്ദിക്കുന്ന കാലത്ത് ക്യാമ്പസിൽ അടി നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും പുറത്തുനിന്ന് BJPക്കാരൻ കയറി അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ കേരളത്തിന് പുറത്ത് ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ SFI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ കഴിയുമോ? ഇല്ല. നോക്കൂ, ഗുജറാത്തിൽ നമ്മളിത് കേട്ടിട്ടില്ല, ബീഹാറിൽ നമ്മളിത് കേട്ടിട്ടില്ല, ഉത്തരേന്ത്യയിലെ ഒരു മണ്ഡലം നമ്മളിത് കേട്ടിട്ടില്ല. അതേസമയം പശ്ചിമ ബംഗാളിൽ നമ്മളിത് കേട്ടിട്ടുണ്ട്, ത്രിപുരയിൽ നമ്മളിത് കേട്ടിട്ടുണ്ട്. ആരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നോ അതിന് നേരെ ഓപ്പോസിറ്റ് രാഷ്ട്രീയ കൊലപാതകങ്ങളും അക്രമങ്ങളും സ്വാഭാവികമായി ഉണ്ടാവും. നിലനിൽപ്പിന് വേണ്ടി മറ്റുള്ളവർക്കും വാളെടുക്കേണ്ട അവസ്ഥ വരും. ഇവിടെ കേരളത്തിൽ തന്നെ നിങ്ങളെടുത്ത് നോക്കൂ, ഏത് രാഷ്ട്രീയ കൊലപാതകങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളും എടുത്തു നോക്കും, അതിൻ്റെ ഒരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവും. മുസ്ലിം ലീഗിനെ ഒരുവൻ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ RSSകാരൻ കൊല്ലപ്പെട്ടാൽ, CPIക്കാരൻ കൊല്ലപ്പെട്ടാൽ, JDUക്കാരൻ കൊല്ലപ്പെട്ടാൽ, NCPക്കാരൻ കൊല്ലപ്പെട്ടാൽ, കേരള കോൺഗ്രസ്സുകാരൻ കൊല്ലപ്പെട്ടാൽ, കോൺഗ്രസ്സുകാരൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഈ രീതിയിൽ സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് എതിരാളികളെ കൊന്നുതള്ളി ഇല്ലാതാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യത്വരാഹിത്യമായ എന്നാൽ മാനവികത പാടി നടക്കുന്ന, സോഷ്യലിസം പാടി നടക്കുന്ന, സോഷ്യലിസം എന്തെന്നോ മാനവികത എന്തെന്നോ ലെവലേശം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കുറച്ച് കഴുകന്മാർ, അവരൊക്കെയാണ് ഈ പാർട്ടിയെ നയിക്കുന്നത്. മനസാക്ഷിയുള്ളവരെയൊക്കെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഈ പാർട്ടിക്കുള്ളിൽ സൃഷ്ടിച്ചിട്ട് ഈ പാർട്ടിയുടെ അടിമയാക്കി മാറ്റി ഈ പാർട്ടിക്കുള്ളിൽ ഇവരെ തളച്ചിട്ടിട്ട് ഈ കഴുകന്മാർ നയിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിങ്ങൾ തിരിച്ചറിയണം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മളെ നാടിന് ഇന്നലകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ദുരന്തങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഇന്നിവർ ഈ ന്യായങ്ങളും വാദങ്ങളും എല്ലാം പറയും. വികസനത്തെക്കുറിച്ചൊക്കെ ഇവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തായിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്? ദേശീയപാതയുടെ കാര്യത്തിൽ എന്തായിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്? പിന്നെ എല്ലാവരും എല്ലാ ചർച്ചയിലും പറയുന്ന സാറ്റലൈറ്റ് ആയിക്കോട്ടെ, ATM ആയിക്കോട്ടെ, ട്രാക്ടർ ആയിക്കോട്ടെ, ഇന്നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ലോകത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ എല്ലാ രീതിയിലും എല്ലാത്തിനെയും എതിർത്ത് ഈ നാടിനെ തന്നെ ഇല്ലാതാക്കി യുവാക്കളെ മുഴുവൻ ഇന്നാട്ടിൽ നിന്ന് ഓടിച്ച് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്നൊരു കാലത്ത് പാടി ഇവിടുത്തെ വയലുകളെല്ലാം ജന്മിമാരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ നടന്ന ഇതേ ആൾക്കാർ പാവപ്പെട്ട കർഷകൻ്റെ കയ്യിലിരുന്ന വയലുകളെല്ലാം കൂടെ പിടിച്ചു പറിച്ച് സിംഗൂരിൽ മുതലാളിമാർക്ക് കൊണ്ടുകൊടുക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് പശ്ചിമ ബംഗാളിൽ കമ്മ്യൂണിസം തന്നെ ഇല്ലാതായതെന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത ഒരാശയം ഇന്നിവിടെ പല നാറിയ നീക്കങ്ങളും നടത്തി പഞ്ചായത്തിലായിക്കോട്ടെ, സഹകരണ സംഘങ്ങളിലായിക്കോട്ടെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി തുടരുമ്പോൾ കയ്യിലിരിപ്പ് കൊണ്ടും സ്വാർത്ഥത കൊണ്ടും മാത്രം നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ, എന്നാൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ആശയം ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി മനുഷ്യരുള്ളപ്പോൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ജനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താതെ സ്വാർത്ഥ മനോഭാവം വെടിയാതെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ നടക്കുന്ന കോൺഗ്രസിലെ ചില നേതാക്കന്മാർ ദയവ് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നിങ്ങൾ പോരാടാൻ ഉറയ്ക്കുമ്പോൾ നിങ്ങൾ ആദ്യം എടുത്തു കളയേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന നിങ്ങളുടെ സ്വാർത്ഥ മനോഭാവങ്ങളാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ദയവ് ചെയ്ത് ഈ രാജ്യത്ത് കോൺഗ്രസ് തിരിച്ചു വരേണ്ട പ്രാധാന്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തും കോൺഗ്രസ് തിരിച്ചു വരണമെങ്കിൽ നിങ്ങൾ സ്വയം തിരിച്ചറിയണം. അതിനെ എതിരാളികളെ നിങ്ങൾ മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റുകാരനെ നിങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കണം. BJPക്കാരൻ്റെ ചെയ്തികളെ നിങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കണം. ഈ നാട്ടിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകൻ്റെ മനസ്സിലേക്കും വിശ്വാസ്യതയുടെയും പ്രതീക്ഷയുടെയും വിത്തുകൾ പാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളാദ്യം നന്നാവാൻ ശ്രമിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഇന്നേ ദിവസം ഈ കൊന്നുകളയണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ലോക്കൽ സെക്രട്ടറിയുടെ മനോഭാവം വെച്ചു തുടരുന്ന കേരളത്തിലെ നിരവധി കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം. കൂട്ടത്തിലൊരുത്തരൻ അവൻ്റെ ഒപ്പത്തിൽ നിന്ന് മാറിപ്പോകുന്ന സമയത്ത് അവനെ കൊന്നുകളയണമെന്ന് പരസ്യമായിട്ട് വിളിച്ചവൻ പറയണമെങ്കിൽ അവന് ദോഷം ചെയ്യുന്ന, അവനെ ഇല്ലാതാക്കാൻ നടക്കുന്ന എത്ര പേരെ ഇന്നലകളിൽ ഇവൻ കൊന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. പരസ്യമായിട്ട് നമ്മുടെ മുൻ MM മണി അദ്ദേഹം വിഡ്ഢിത്തരം പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം വിഡ്ഢിത്തരം ഒന്നുമല്ല പറഞ്ഞത്. അദ്ദേഹം പച്ചയായ സത്യം പച്ചയ്ക്ക് വിളിച്ച് തീ തുപ്പുന്നത് പോലെ അങ്ങ് പറഞ്ഞു. വെടിവെച്ച് കൊന്നിട്ടുണ്ട്, വെട്ടിക്കൊന്നിട്ടുണ്ട്, തല്ലിക്കൊന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാനിത് പറയുന്ന സമയത്ത് വേണമെങ്കിൽ 4 കമൻറ്റ് വരും. കോൺഗ്രസ്സുകാർ അവിടെ കൊന്നിട്ടില്ലേ, BJPക്കാരൻ ഇവിടെ കൊന്നിട്ടില്ലേ, ലീഗുകാരനെ അവിടെ കൊന്നിട്ടില്ലേ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിലനിൽപ്പിന് വേണ്ടിയിട്ട് പലരും പലതും ചെയ്തിട്ടുണ്ടാകും.
പക്ഷേ അതൊക്കെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. നിങ്ങളെന്ന് അക്രമം വെടിയുന്നോ അന്ന് ഈ നാട്ടിൽ സമാധാനമുണ്ടാവും. നോക്കൂ, കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കുറവാണ്. എന്താ കാരണം? CPM കത്തിയെടുത്തിട്ടില്ല. CPM കത്തി താഴെ വെച്ചപ്പോൾ കേരളത്തിൽ സമാധാനം വന്നു. കാര്യം എന്താ? അധികാരത്തിലുണ്ടായതുകൊണ്ട് കത്തി താഴെ വെച്ചു. എന്നിട്ടും അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എന്നൊക്കെ CPM വാളെടുത്തോ അന്നൊക്കെ എതിരാളി വാളെടുക്കാൻ നിർബന്ധിതനാക്കപ്പെടുകയാണ്. എന്നിട്ട് എതിരാളി വാളെടുത്തില്ലേ, എതിരാളി കൊന്നില്ലേ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതിന് അർത്ഥമില്ല. എതിരാളി കൊല്ലണമെങ്കിൽ അവൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും കൊന്നും മറ്റൊരുത്തനെ ഇല്ലാതാക്കിയും അവൻ അവൻ്റെ രാഷ്ട്രീയം നയിക്കണം. ആശയം സംസാരിക്കട്ടെ, ആശയം നാടിനെ നയിക്കട്ടെ, ആശയത്തെ ജനം തിരിച്ചറിയട്ടെ, ഉഡായിപ്പുകളെ ജനം തിരിച്ചറിയട്ടെ, ഈ നാട്ടിലെ സത്യസന്ധരായ മനുഷ്യരെ ജനം തിരിച്ചറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. ആവശ്യം വരുന്ന സമയത്ത് എൻ്റെ ശബ്ദം എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയും എൻ്റെ യൂട്യൂബിലൂടെയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. കേൾക്കേണ്ടവർക്ക് കേൾക്കാം, സപ്പോർട്ട് ചെയ്യേണ്ടവർക്ക് സപ്പോർട്ട് ചെയ്യാം, എതിർക്കേണ്ടവർക്ക് എതിർക്കാം. താങ്ക് യു.